നമസ്കാരം. ചരിത്രമെഴുതിയ പ്രേക്ഷക സമ്മേളനത്തിന്റെ ആഘോഷത്തിൽ ആവേശത്തിൽ 24 റൗണ്ടപ്പിലേക്ക് കടക്കുന്നു. ഞാൻ ഗോകുൽ രവി. നിതീഷ് കുമാർ വീണ്ടും ബീഹാർ മുഖ്യമന്ത്രി. മഹാസഖ്യത്തെ വീഴ്ത്തി ബി.ജെ.പി പിന്തുണയോടെ നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. നിതീഷിനൊപ്പം 8 MLA-മാരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. സാമ്രാജ് ചൗധരിയും വിജയ് സിൻഹയും ഉപമുഖ്യമന്ത്രിയാരാകും. ബി.ജെ.പി അംഗം നന്ദകിഷോർ യാദവാണ് സ്പീക്കർ. 2024 JDU നാമാവശേഷമാകുമെന്ന് RJD നേതാവ് തേജസ്വി യാദവ് പറഞ്ഞു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് പട്നയിൽ നിന്ന് തത്സമയം. ബൽറാം, അങ്ങനെ അഭ്യൂഹങ്ങൾക്കൊടുവിൽ, ആകാംക്ഷയ്ക്കൊടുവിൽ അത് സംഭവിച്ചു. 9ാം തവണയും മുഖ്യമന്ത്രിയാകുന്നു നിതീഷ് കുമാർ. വീണ്ടും പഴയ പാളയത്തിലേക്ക് എത്തുന്നു. ഇവിടെ തകരുന്നത് ഇന്ത്യ മുന്നണിയുടെ സ്വപ്നങ്ങളാണ്. പ്രതിപക്ഷ ഐക്യനിര എന്ന ആശയം പോലും ചോദ്യചിഹ്നത്തിലേക്ക് പോവുകയാണ്. അപ്പോഴും പറയുന്ന തേജസ്വി യാദവിന്റെ വാക്കുകളിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ വീണ്ടും ആ മഹാസഖ്യത്തിന് അവിടെ ഉണ്ടോ? ഗോകുൽ, മഹാസഖ്യം വലിയ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. അവസാന നിമിഷം വരെ സർക്കാരിനെ സംരക്ഷിച്ചു നിർത്താൻ കഴിയും, അതിനാവശ്യമായ നീക്കങ്ങൾ JDU-വിൽ നിന്നും BJP-യിൽ നിന്നും അടർത്തിയെടുക്കാമെന്ന പ്രതീക്ഷകൾ ഉണ്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസിന്റെ 9 അംഗങ്ങളുമായി നേതൃത്വത്തിന് ബന്ധപ്പെടാൻ കഴിയാതിരിക്കുകയും ഒപ്പം കോൺഗ്രസ് അംഗങ്ങൾ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന BJP അവകാശപ്പെടുകയും ചെയ്തതോടുകൂടിയാണ് ആ പദ്ധതി പാതിവഴിയിൽ ഉപേക്ഷിച്ച് RJD JDU അധ്യക്ഷൻ നിതീഷ് കുമാറിന്റെ നീക്കങ്ങൾ നോക്കിയിരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഒടുവിൽ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി എത്തിയിരിക്കുന്നു. ഒരു സംസ്ഥാനത്തിന്റെ 9ാം തവണയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യ നേതാവ് എന്ന ചരിത്രം നിതീഷ് കുമാർ ഇന്നത്തോടുകൂടി കുറിച്ചിരിക്കുകയാണ്. 10 വർഷത്തിനിടെ 4 തവണ സഖ്യകക്ഷികളെ മാറ്റിക്കൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി. 2 വർഷത്തിനിടെ 2ാം തവണ അദ്ദേഹം സഖ്യം മാറിയിരിക്കുന്നു. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തകർച്ച തന്നെയാണ് ഇത്. ഇന്ത്യ സഖ്യം എന്ന ആശയത്തിന് രൂപം കൊടുത്ത നിതീഷ് കുമാർ മറുപക്ഷത്തേക്ക് എത്തിയിരിക്കുന്നു. ഇന്ത്യ സഖ്യത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യം പ്രധാനമായും തന്നെ ഈ ജാതി സെൻസസ് അടക്കമുള്ളവ എന്ന ആശയം മുന്നോട്ട് വെച്ച നിതീഷ് കുമാർ ഇപ്പോൾ മറുപക്ഷത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തന്നെയാണ് JDU-വും BJP-യും എല്ലാ വൈരവും മറന്ന് ഇത്തരത്തിൽ ഒന്നിക്കാൻ ഒരു കാരണമായിരിക്കുന്നത്. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നിന്നും പരമാവധി സീറ്റുകൾ പിടിക്കുക എന്ന് തന്നെയാണ് BJP-യുടെ ലക്ഷ്യം. 40 സീറ്റുകളുള്ള ബീഹാർ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള 4ാമത്തെ സംസ്ഥാനമാണ്. അത് തന്നെയാണ് നിതീഷിനോട് വീണ്ടും സഖ്യം ചേരാൻ BJP-യെയും പ്രേരിപ്പിച്ചത്. ഇനി വരും 2025 തിരഞ്ഞെടുപ്പ് നിർണായകമായി കണ്ട് ഏറ്റുമുട്ടുക എന്നത് തന്നെയാണ് RJD-ക്ക് മുന്നിലുള്ള ലക്ഷ്യം. അക്കാര്യം തന്നെയാണ് ഇന്ന് തേജസ്വി യാദവിന്റെ പ്രതികരണത്തിലും ഉൾപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും കേവലം ഒരു മുന്നണി മാറ്റത്തിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ മാനങ്ങളുള്ള നീക്കമാണ്. വീണ്ടും ഒരിക്കൽ കൂടി രാഷ്ട്രീയ സർക്കസിൽ അടിപതറാതെ മുഖ്യമന്ത്രിയായി മാറിയിരിക്കുന്നു. അത് BJP-ക്കൊപ്പം പഴയ പാളയത്തിലേക്ക് ചേർന്നുകൊണ്ട്. തത്സമയം വിവരങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ് പട്നയിൽ നിന്ന്. 24 റൗണ്ടപ്പിലേക്ക് വീണ്ടും ചരിത്രം കുറിച്ച് 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം. പ്രേക്ഷകരെ ചേർത്തു നിർത്തി ചാനൽ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് 24. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ 24 സംഘടിപ്പിച്ച പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയത് ജനസഞ്ചയം. ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ചരിത്ര നിമിഷം ഉദ്ഘാടനം ചെയ്തു. 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ് കാരുണ്യ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും നടന്നു. ലോകത്താദ്യമായി ഒരു വാർത്താ ചാനൽ സംഘടിപ്പിച്ച പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം. അതിൽ പങ്കാളികളായി ചരിത്രത്തിന്റെ ഭാഗമായത് ആയിരക്കണക്കിന് പേർ. രാവിലെ മുതൽ കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തി. പിന്നെയും നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 2 മണിയോടെ സ്വപ്ന നിമിഷത്തിന് തിരശീല ഉയർന്നു. കാണികൾക്ക് സമ്മാനമായി ആദ്യം വേദിയിലെത്തിയത് 24-ലെ അവതാരകരുടെ നൃത്തരൂപം. സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ദേശലക്ഷ്യം വിവരിച്ച് ഫ്ലവേഴ്സ് MD-യും 24 ചീഫ് എഡിറ്ററുമായ R. ശ്രീകണ്ഠൻ നായർ കാണികൾക്കിടയിലേക്ക്. ഹലോ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ലോകത്തൊരു ടെലിവിഷൻ ചാനലും ചെയ്യാത്തൊരു കർമ്മ പദ്ധതിയാണ് ഇതിപ്പോൾ നടക്കാൻ പോകുന്നത്.
പ്രേക്ഷകരെ പ്രത്യക്ഷമായി കാണാനും ഹലോ കാണാനും അവരോട് സംസാരിക്കാനും സമ്മതിക്കാനും ഒരു സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുക സാധാരണഗതിയിൽ അത് നടക്കാത്തൊരു കാര്യമാണ്. പ്രേക്ഷകരും ചാനലും ഒറ്റക്കെട്ടായി മുന്നോട്ടെന്ന് വ്യക്തമാക്കി പ്രതിജ്ഞ. വർണ്ണവർഗ വ്യത്യാസമോ ജാതിമത ചിന്തയോ കക്ഷി രാഷ്ട്രീയമോ ഇല്ലാതെ 24 കണക്ട് അഖില ലോക തലത്തിൽ സംഘടിപ്പിക്കുന്ന മലയാളി ചങ്ങലയിൽ ഞാനും കണ്ണിയാകുന്നു. പ്രേക്ഷകരാണ് കരുത്തെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ. 24 എന്നും മനുഷ്യപക്ഷത്ത് തുടരുമെന്ന് ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ്. നിങ്ങളുടെ മനോഭാവം, നിങ്ങളുടെ സമർപ്പണം, അതായത് ഈ ചാനലിനോടുള്ള സമർപ്പണം, അതായത് അതൊരു വിശ്വാസം, സത്യം മാത്രമേ ഇതിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ. ഇത് നമ്മുടെ സമൂഹത്തിന് നല്ല രീതിയിൽ ആരോഗ്യപരമായ ഒരു മാനസികമായ ആരോഗ്യപരമായ കാര്യത്തിൽ മാത്രമേ ഇത് നയിക്കുകയുള്ളൂ എന്ന ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടായതിൻ്റെ പേരിലാണ് ചാനൽ ഇന്ന് ഇത്രത്തോളം ഉയരാനുള്ള കാരണം. പ്രളയം, ഒരുപാട് കെടുതികളും പലതും നമ്മുടെ നാട്ടിൽ പല സമയങ്ങളിലായി സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്തെല്ലാം 24-ന്റെ സാന്നിധ്യം നിങ്ങളെല്ലാവരും കണ്ടതാണ്. അത്തരം അവസരങ്ങളിലും അത് ഏറ്റെടുക്കാനും പാവപ്പെട്ടവരെ സഹായിക്കാനും ഉള്ള ഒരു വേദിയും കൂടിയാണ് ഈ 24 കണക്റ്റിനെ കാണുന്നത്. പ്രേക്ഷകർക്കിടയിൽ നിന്ന് അവതാരകർ പരിപാടിയുടെ ഭാഗമായി. അവതാരകരും പ്രേക്ഷകരും തമ്മിലുള്ള ചാറ്റ് ഷോയും നവ്യാനുഭവമായി. സ്ഥലം ഞാൻ നൽകുന്നു. അപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ. അതായത് നമ്മുടെ ഈ വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതിക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് 3 സെന്റ് പുരയിടം കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. എനിക്കൊരു ഓട്ടോമാറ്റിക് ഒരു വീൽ ചെയർ കിട്ടണം. നമ്മളൊരു വീൽ ചെയർ വാങ്ങിച്ചു തരും. പെർലത്ത് വീട് കിട്ടിയത് വലിയ സന്തോഷം, വലിയ സന്തോഷം. നമ്മുടെ ഇവിടെ വീട് കിട്ടിയ ആളാണ്. വീട് കിട്ടിയ ആളാ. 100 വീടുകളിൽ ഒരെണ്ണം കിട്ടിയ ആളാണ്. അപ്പൊ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. പ്രേക്ഷകർക്കിടയിൽ വാർത്താമുറിയൊരുക്കി ന്യൂസ് ബുള്ളറ്റിൻ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ തർക്കങ്ങളിൽ കോൺഗ്രസിന് അതൃപ്തി. വിവാദ പ്രസ്താവനകൾ പാടില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ഫ്ലവേഴ്സ് 24 കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ, കാരുണ്യ പദ്ധതികളുടെ പ്രഖ്യാപനം എന്നിവ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടു. 24 കൊച്ചി. പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിൽ ബൃഹത് പദ്ധതിയായ മലയാളി ചെയിന് തുടക്കം കുറിച്ച് 24. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ ചേർത്തു നിർത്തുകയാണ് ലക്ഷ്യം. കുട്ടികളിലുണ്ടാകുന്ന ടൈപ്പ് 1 പ്രമേഹത്തിന് പ്രത്യേക ശ്രദ്ധ നൽകും. ജനക്ഷേമം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതികൾ 24 കണക്കിലൂടെ അടിയന്തര പ്രാധാന്യത്തോടെ പൂർത്തീകരിക്കുമെന്ന് 24-ന്റെ ഉറപ്പ്. കഷ്ടതകളിൽ ആരും തനിച്ചല്ലെന്ന് ഓർമ്മപ്പെടുത്തി ഒറ്റപ്പെട്ടു പോയവർക്ക് താങ്ങാകാനുള്ള 24-ന്റെ പദ്ധതി മലയാളി ചെയിന് തുടക്കമായി. കൊച്ചിയിൽ ചേർന്ന 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിലാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. കുട്ടികളുടെ പ്രമേഹം എന്ന് പറയുന്നത്, ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത് വലിയൊരു ശാപമായി മാറിയിട്ടുണ്ട്. സ്കൂളിലൊക്കെ 2ാം ക്ലാസ്സിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ തന്നെ മെഡിസിൻ എടുത്തുകൊണ്ട് പോകുക, അവർ കൂടെ തന്നെ മെഷീനിലൂടെ മരുന്ന് കുത്തിവെച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ പറയുന്ന അപകടകരമായ കാഴ്ചയിലൂടെ ഒരു 10 ലക്ഷം കുട്ടികളുണ്ടെന്നാണ് പറയുന്നത് ടൈപ്പ് 1 ഡയബറ്റിക് രോഗികളായി. അവരെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കവും 24 കണക്ട് നടത്തുന്നു. കുട്ടികളിൽ ഉണ്ടാകുന്ന ടൈപ്പ് 1 പ്രമേഹത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിയുള്ള പ്രവർത്തനങ്ങളും 24 ആരംഭിച്ചു. ജനക്ഷേമം ലക്ഷ്യമിട്ട് തുടങ്ങിയ പദ്ധതികൾ അടിയന്തര പ്രാധാന്യത്തോടെ പൂർത്തിയാക്കുമെന്നും 24-ന്റെ ഉറപ്പ്. സ്വന്തമായി വീടില്ലാത്തവർക്ക് കൈത്താങ്ങാകുന്ന 24 3 വർഷം കൊണ്ട് 100 വീടുകൾ അർഹതപ്പെട്ടവർക്ക് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിച്ചു. ഭവനരഹിതരാണ് എപ്പോഴും നമ്മുടെ നാട്ടിൽ ഏറ്റവും സങ്കടമുള്ള ആളുകൾ. അവർക്ക് വേണ്ടി 100 വീടുകൾ, അതിൽ 5 വീടുകളുടെ പണി ഏതാണ്ട് തുടങ്ങാൻ പോവുകയാണ്. MA യൂസഫ് അലിയാണ് ആദ്യത്തെ 5 വീടുകൾ സംഭാവന ചെയ്ത്. അതുപോലെ നമുക്കെല്ലാം പ്രിയങ്കരായിരുന്ന കൊല്ലം സുധിയുടെ വീടും അവിടെ നിർമ്മാണത്തിലേക്ക്. വനിതകൾക്ക് ആത്മവിശ്വാസം നൽകി സമൂഹത്തിന്റെ മുൻനിരയിലെത്തിക്കുന്നതിന്റെ ഭാഗമായി സ്വയരക്ഷാ പരിശീലനം. 1 വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടിയുടെ ആദ്യഘട്ടത്തിനും തുടക്കമായി. ലഹരിയിൽ നിന്ന് യുവതലമുറയെ അകറ്റി നിർത്താൻ 24 കണക്റ്റിന്റെ ലഹരിമുക്ത ക്യാമ്പയിൻ. 2 വർഷം കൊണ്ട് കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും സ്കൂളുകളിലും ലഹരി വിമുക്ത സന്ദേശം എത്തിക്കുകയാണ് ലക്ഷ്യം. 24 കൊച്ചി. 24 വാർത്താ അവതാരകരുടെ പ്രകടനത്തോടെയാണ് പ്രേക്ഷക സമ്മേളനത്തിന് തിരശ്ശീല ഉയർന്നത്. ഗായകൻ MG ശ്രീകുമാർ, സംഗീത സംവിധായകൻ ശരത്, ഫ്ലവേഴ്സിന്റെ ജനപ്രിയ പരിപാടികളിലൂടെ ശ്രദ്ധ നേടിയ താരങ്ങളും കലാപ്രകടനങ്ങളുമായി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെ കാഴ്ചക്കാരെ ആവേശത്തിലാക്കി.
വാർത്താവായനയിലൂടെ മാത്രം കണ്ടുപരിചയമുള്ള 24 അവതാരകരുടെ നൃത്തച്ചുവടുകളാണ് പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തെ സ്വാഗതം ചെയ്തത്. മലയാളികളുടെ പ്രിയ ഗായകൻ MG ശ്രീകുമാറും സംഗീത സംവിധായകൻ ശരത്തും പാട്ടുകളിലൂടെ ജനസദസ്സിനെ കയ്യിലെടുത്തു. ഫ്ലവേഴ്സിന്റെ ജനപ്രിയ പരിപാടികളായ ടോപ്പ് സിംഗർ, മ്യൂസിക്കൽ വൈഫ് താരങ്ങളും കലാപ്രകടനങ്ങളുമായി വേദിയിൽ നിറഞ്ഞു. നോവുമാറ്റി കരകയറ്റും സ്നേഹിതരം നാം, ദേശം മലയാളം പേർതിരിവില്ലാത്ത നാട്, നാടിന്റെ അഭിമാനം കാത്തിടുന്ന സ്വർഗനാട്, ഇഷ്ടമോടെ അടിച്ചുപൊളി പാട്ടുപാടിയാണ് നടനും അനുകരണ കലാകാരനുമായ ടിനി ടോം അവതരിച്ചത്. പെൺകുട്ടികളെ പീഡിപ്പിച്ച പള്ളിക്കാരും പട്ടക്കാരും വീട്ടുകാരും നാട്ടുകാരും പാർട്ടിക്കാരും പോലീസുകാരും ചവിട്ടിക്കൂട്ടും ഓർത്തോട്ട. സമ്മേളനത്തിനെത്തിയ പ്രേക്ഷകർക്കിടയിൽ നിന്നും ചിലർ പാട്ടുപാടി കയ്യടി നേടി. അതിൽ വൈറ്റിലയിൽ നിന്നെത്തിയ 75-കാരിയുടെ സംഗീതം സമ്മേളനത്തിനെത്തിയവരുടെ ഉള്ളുലച്ചു. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീതികളിൽ ഇതാ നീ വീണ്ടും ഒരു മിമിക്രി, സംഗീത, നൃത്തപ്രകടനങ്ങളുമായി ഫ്ലവേഴ്സിലെ പരിപാടികളിലൂടെ ശ്രദ്ധേയരായ കലാകാരന്മാരും അഭിനേതാക്കളും സമ്മേളനത്തിന്റെ മാറ്റുകൂട്ടി. തീര 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 ചെറുതീര തുള്ളും, തീര 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 മറുതീര തുള്ളും, ചെറുകരയോളം മറുകരയോളം. ഫ്ലവേഴ്സിന്റെ സംഗീത സംരംഭമായ ഫ്ലവേഴ്സ് സിംഫണിയുടെ ഉദ്ഘാടനം ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ നിർവഹിച്ചു. എത്രയോ കലാകാരന്മാര്, ബുദ്ധിമുട്ടുന്ന കലാകാരന്മാരുണ്ട്, അവർ കഴിവുള്ള കലാകാരന്മാരുണ്ട്. അവർക്കൊക്കെ ഫ്ലവേഴ്സിൽ അതിനുള്ള തക്കതായി ചെറിയ കുഞ്ഞുങ്ങൾ മുതൽക്ക് പ്രായ ആളുകളും വരെയുള്ള ആളുകൾ, കലാകാരന്മാർക്ക് സന്ദർഭം കൊടുക്കുന്ന ഒരു വേദിയാണ് നമ്മുടെ ഫ്ലവേഴ്സ്. ചരിത്ര സമ്മേളനം വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ എന്നും ഓർമ്മിക്കപ്പെടും. 24 കൊച്ചി. നീതി തേടി പോരാടുന്നവരുടെ പ്രതിനിധിയായി കോഴിക്കോട് പന്തീരാങ്കാവ് സ്വദേശി ഹർഷിന 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിലെത്തി. സാധാരണക്കാരന് നീതിയിലേക്കുള്ള ദൂരം അകലെയാണെന്ന് മനസ്സിലായതോടെയാണ് സമരമുഖത്തേക്ക് ഇറങ്ങിയത്. ചികിത്സാ പിഴവിലൂടെ നിരവധി പേരാണ് ദുരിതം അനുഭവിക്കുന്നത്. അവർക്കുകൂടി വേണ്ടിയാണ് പോരാട്ടത്തിൽ ഉറച്ചു നിന്നതെന്ന് ഹർഷിന പറഞ്ഞു. പ്രസവ ശസ്ത്രക്രിയക്കിടെ ഹർഷിനയുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവം 24 ആണ് പുറത്തുവിട്ടത്. സമൂഹത്തിന് മുന്നിലേക്ക് വിവരം കൊണ്ടുവന്ന 24-ന് ഹർഷിന നന്ദി പറഞ്ഞു. അതുകൊണ്ട് തന്നെ 24-ന് തീർത്താൽ തീരാത്ത ഒരു കടപ്പാടുണ്ട്. ആദ്യമായിട്ട് ഈ ഒരു വിഷയം സമൂഹത്തിന് മുന്നിലേക്ക് എത്തിയത് 24-ലൂടെയാണ്. അതുകൊണ്ട് തന്നെ സമൂഹം എന്താ പറയുക, മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത എല്ലാ മനുഷ്യരും അത്രയും ആത്മാർത്ഥതയോടുകൂടി എന്നോട് കൂടെ നിന്നു. ഒരിക്കലും നമ്മൾ ആരോഗ്യ പ്രവർത്തകർക്കോ ഡോക്ടേഴ്സിനോ എതിരല്ല, പക്ഷേ ഒരു തെറ്റ് പറ്റിയാൽ അത് ഏറ്റു പറഞ്ഞുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ അത് അവർക്ക് കഴിഞ്ഞില്ല. ഇപ്പോഴും ഇതെടുത്തതിന് ശേഷം 1.5 വർഷത്തോളമായിട്ട് പോരാട്ടത്തിലാണ്. പൂർണ്ണ നീതിയിലെത്താൻ നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. സ്കൂളിൽ പോകേണ്ട പ്രായത്തിൽ അമ്മയുടെയും അനിയന്റെയും സംരക്ഷണം ഏറ്റെടുക്കേണ്ടി വന്ന തിരുവനന്തപുരത്തെ നിഖിൽ വിനോദിന് 24 പ്രേക്ഷക സമ്മേളനത്തിൽ കൈത്താങ്ങ്. നിഖിലിന്റെ പഠനവും മാതാവിന്റെ ചികിത്സാ ചെലവും ഏറ്റെടുക്കുമെന്ന് 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ് അറിയിച്ചു. ഇത് ഞാൻ വളരെയധികം നന്ദിയുണ്ട്. ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യമാണിത്. നിഖിലിനെ ഒരു മാതൃകയാക്കി ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ കണ്ടുപഠിക്കേണ്ടത് നിഖിലിനെയാണ്. നിഖിലിനെ പോലെ എങ്ങനെ ജീവിതത്തിൽ നേരിടണമെന്ന് നിങ്ങൾ അവനെ കണ്ടുപഠിക്കണം. ഓട്ടിസം ബാധിതനായ അനിയനെയും പാർക്കിൻസൺസ് ബാധിച്ച മാതാവിനെയും പരിചരിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ആത്മവിശ്വാസം കൊണ്ട് നേരിടുന്ന നിഖിലിന്റെ ജീവിതകഥ പ്രേക്ഷക സമ്മേളനത്തിലെത്തിയവരുടെ കണ്ണുകളെ ഈർന്നണിയിച്ചു. ജീവിതം എന്ന് പറയുന്നത്, ഇപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും പ്രയാസത്തിലൂടെയാണ് ജീവിതം പഠിക്കേണ്ടത്. അല്ലാതെ ഇപ്പം നമ്മളെല്ലാ പിള്ളേരെയും കാണുന്ന പോലെ എല്ലാം കിട്ടിയിട്ടും അവരെന്താ പറയുക, തൃപ്തരല്ല, അല്ലെങ്കിൽ അവർ തൃപ്തിപൂർവമായിട്ട് നിൽക്കുന്നില്ല എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ മാതൃകയാവാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഇപ്പം മുഹമ്മദ് സാറ് പറഞ്ഞ പോലെ
എന്നെ എല്ലാവരും അനുകരിക്കണമെന്നൊക്കെ പറയുമ്പം എന്താണ് സത്യം പറഞ്ഞാൽ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ അത്രയ്ക്കും വലിയൊരാളാണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഫ്ലവേഴ്സ് 1 കോടിയിലും നിഖിൽ പങ്കെടുക്കുന്നുണ്ട്. നിഖിൽ മത്സരാർത്ഥിയായി എത്തുന്ന ഫ്ലവേഴ്സ് 1 കോടി നാളെ സംപ്രേഷണം ചെയ്യും. മറ്റു വാർത്തകളിലേക്കാണ്. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ബംഗാളിൽ പര്യടനം പുനരാരംഭിച്ചു. 2 മണിയോടെ ജൽപൈഗുരി ജില്ലയിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത്. യാത്രയിൽ മമതയെ പങ്കെടുപ്പിക്കുവാനുള്ള കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ശ്രമം വിജയിച്ചില്ല. വൻ രാഷ്ട്രീയ നാടകം നടന്ന ബീഹാറിലാണ് നാളത്തെ യാത്ര. ബീഹാറിലെ തിരിച്ചടിയും സീറ്റ് വിഭജനത്തിൽ തൃണമൂലും കോൺഗ്രസും തമ്മിലുള്ള തർക്കവും കോൺഗ്രസ് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്ന സന്ദർഭത്തിൽ കൂടിയാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര പുനരാരംഭിച്ചത്. മുഖ്യമന്ത്രി മമതാ ബാനർജിയെ യാത്രയിൽ പങ്കെടുപ്പിക്കുവാനുള്ള കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ശ്രമം വിഫലമായി. രാഹുലിന്റെ യാത്രയ്ക്കെതിരെ വീണ്ടും വിമർശനവുമായി ഹിമന്ത ബിശ്വ ശർമ്മ എത്തി. പോലീസ് റിക്രൂട്ട്മെന്റ് പരീക്ഷ ചൂണ്ടിക്കാട്ടി സിലിഗുഡി ജില്ലയിലെ യാത്രയോടനുബന്ധിച്ചുള്ള പൊതുയോഗത്തിന് പോലീസ് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. മാറിമറിഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിൽ 2 ദിവസത്തെ പര്യടനത്തിനായി നാളെ യാത്ര ബീഹാറിൽ കടക്കും. 24 ഡൽഹി. തമിഴ്നാട്ടിൽ DMK മുന്നണിയിലെ ലോക്സഭാ സീറ്റ് വിഭജന ചർച്ച തുടങ്ങി. കോൺഗ്രസുമായി നടത്തിയ പ്രാഥമിക ചർച്ചയിൽ സീറ്റുകളുടെ കാര്യത്തിൽ ധാരണയായില്ലെന്നാണ് സൂചന. 14 സീറ്റുകൾ വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. DMK ആസ്ഥാനമായ അണ്ണ അറിവാലയത്തിൽ വൈകിട്ടായിരുന്നു ചർച്ച. 1 മണിക്കൂർ നീണ്ട പ്രാഥമിക ചർച്ച വിജയകരമായിരുന്നുവെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. സീറ്റുകൾ സംബന്ധിച്ച് പ്രചരിക്കുന്ന കാര്യങ്ങളിൽ വസ്തുതയില്ലെന്നും ഇന്ത്യ മുന്നണി തമിഴ്നാട്ടിൽ വൻ വിജയം നേടുമെന്നും കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ്. All our senior colleagues will be with us. We'll be able to move forward on the future of the coming elections. I think everything is looking very positive and pointing in the right direction. 14 സീറ്റുകളാണ് കോൺഗ്രസ് ആവശ്യം. എന്നാൽ 2019 പോലെ 9 സീറ്റുകൾ നൽകാമെന്ന നിലപാടിലാണ് DMK. 2ാം ഘട്ട ചർച്ചകൾ ഉടൻ നടക്കും. ഘടകകക്ഷികളുമായി സീറ്റ് വിഭജനത്തിനായി രൂപീകരിച്ച സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ച. TR ബാലു MP-യാണ് സമിതി അധ്യക്ഷൻ. 24 ചെന്നൈ. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി. 90 നിയമസഭാ സീറ്റിലും ആം ആദ്മി മത്സരിക്കുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുമെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. BJP നേതൃത്വം തന്നെ അറസ്റ്റ് ചെയ്യാൻ നീക്കങ്ങൾ നടത്തുകയാണെന്നും ജയിലിൽ പോകാൻ ഭയമില്ലെന്നും ഹരിയാന ജിന്ദിലെ പാർട്ടി പരിപാടിയിൽ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും പരിപാടിയിൽ പങ്കെടുത്തു. ഈ വർഷം അവസാനമാണ് ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ അസാധാരണ പ്രതിഷേധത്തോട് അതിവേഗം പ്രതികരിച്ച് കേന്ദ്ര നടപടിയെ സംശയിച്ച് CPIM. CRPF-നെ സുരക്ഷയേൽപ്പിച്ചതും ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയതും സർക്കാർ ഗൗരവമായാണ് കാണുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനമാണ് ഇന്നും നേതാക്കൾ ഉന്നയിച്ചത്. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നു എന്ന് വരുത്തി തീർക്കാനാണ് ഗവർണറുടെ ശ്രമമെന്ന് CPIM-ഉം സർക്കാരും സംശയിക്കുന്നു. കേന്ദ്ര സുരക്ഷ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ഗവർണർ പറയുന്നുണ്ടെങ്കിലും ഗവർണറുടെയും രാജ്ഭവന്റെയും ആവശ്യപ്രകാരമാണ് CRPF മിന്നൽ വേഗത്തിൽ സുരക്ഷ ഏറ്റെടുത്തത്. ഇക്കാര്യം സ്ഥിരീകരിച്ച് വാർത്ത പുറത്തുവിട്ടതും രാജ്ഭവൻ തന്നെ. നേരത്തെ ഗവർണർക്കെതിരെ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിരുന്നു. ആ കത്തിന്റെ പകർപ്പ് ലഭിച്ചിട്ടും പ്രതികരിക്കാതിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് ഇന്നലെ ഗവർണർക്ക് CRPF സുരക്ഷ നൽകാനുള്ള തീരുമാനമെടുത്തത്. ഗവർണറുമായി സന്ധിയില്ലെന്ന നിലപാടിൽ തന്നെയാണ് CPIM. CRPF അല്ല, പട്ടാളം വന്നാലും പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് ഈ വിഡ്ഢിവേഷം യഥാർത്ഥത്തിൽ ഗവർണർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചു വിളിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടും വേറെ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അദ്ദേഹം പോയി ഒരു എക്സ് പോയി ഒരു വൈ വരും. കേന്ദ്രസേനയെ രാജ്ഭവനിലേക്ക് അയച്ച നടപടി ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണെന്ന് LDF കൺവീനർ EP ജയരാജൻ കുറ്റപ്പെടുത്തി. കേരളത്തിലേക്ക് പോലീസിനെ അയച്ച നടപടി തികച്ചും ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ നഗ്നമായ ലംഘനമാണത്. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്തൊരു സംഭവമാണ്. സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിൽ കൈകടത്താൻ BJP ശ്രമിക്കുന്നുവെന്ന് മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ആരോപിച്ചു. വിഷയത്തിൽ സർക്കാരിനെയും ഗവർണറെയും തള്ളുന്നതാണ് പ്രതിപക്ഷ നിലപാട്. CRPF-നെ ക്ഷണിച്ചു വരുത്തിയതാണെന്ന് K മുരളീധരൻ MP. അദ്ദേഹം ഭരണത്തലവനാണ്. ആ നിലയിൽ കുറെ കൂടെ കാര്യങ്ങൾ പക്വതയോടെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. അതിന് പകരം തെരുവിൽ നടത്തിയ ഇന്നലത്തെ
ആ കാര്യം അത് വളരെയധികം മോശമായിപ്പോയി. മുഖ്യമന്ത്രി CRPFനെ അപമാനിച്ചു എന്നാരോപിച്ച് കേന്ദ്ര സഹമന്ത്രി V മുരളീധരനും രംഗത്തെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഗവർണർക്ക് കേന്ദ്രസേനയുടെ സുരക്ഷയുണ്ടെങ്കിലും രാജ്ഭവനിൽ പോലീസ് സുരക്ഷ തുടരും. കേന്ദ്രസേനയെ നിയോഗിച്ച ഉത്തരവ് ഔദ്യോഗികമായി ലഭിച്ച ശേഷം തുടർ തീരുമാനമെന്നാണ് സർക്കാർ നിലപാട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് തനിക്ക് വേണ്ട രീതിയിലുള്ള സുരക്ഷ കിട്ടുന്നില്ല എന്നായിരുന്നു ഗവർണറുടെ പരാതി. പലതവണ പറഞ്ഞ പരാതിക്ക് പിന്നാലെ ഇന്നലെ നടന്ന നാടകീയ സംഭവങ്ങൾ കൂടിയായതോടെ കേന്ദ്രസേനയെ സുരക്ഷയ്ക്ക് നിയമിച്ചു. CRPFിലെ ഉദ്യോഗസ്ഥർ രാജ്ഭവനിൽ സുരക്ഷയ്ക്കെത്തിയത് ഇന്നലെ വൈകുന്നേരം മുതൽ. പള്ളിപ്പുറത്തു നിന്നെത്തിയ 31 അംഗ സംഘമാണ് ഗവർണർക്ക് സുരക്ഷയൊരുക്കുന്നത്. എന്നാൽ രാജ്ഭവൻ ഗേറ്റിന്റെ ഉൾപ്പെടെയുള്ള ചുമതല ഇവർ ഏറ്റെടുത്തിട്ടില്ല. CRPF സുരക്ഷ ഏർപ്പെടുത്തിയതായുള്ള കേന്ദ്ര ഉത്തരവ് ലഭിച്ച ശേഷമാവും പോലീസിന്റെ തുടർ തീരുമാനം. ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിക്കും DGPക്കുമാണ് ഉത്തരവ് ലഭിക്കേണ്ടത്. ഉത്തരവ് വൈകുന്നതിന്റെ കാര്യം വ്യക്തമല്ല. സുരക്ഷയ്ക്കെത്തിയ CRPF ഉദ്യോഗസ്ഥർ രാജ്ഭവനുള്ളിൽ തുടരുന്നുമുണ്ട്. അതിനിടെ കേന്ദ്രസേനയ്ക്കുള്ള ചിലവ് സംബന്ധിച്ചും അനിശ്ചിതത്വം നിലനിൽക്കുന്നു. കേന്ദ്രം സ്വമേധയെയാണ് CRPFനെ നിയോഗിച്ചതെന്നാണ് ഗവർണറുടെ നിലപാട്. അതിനാൽ ചിലവ് സംസ്ഥാനം വഹിക്കേണ്ട എന്ന വിലയിരുത്തലിലാണ് സർക്കാർ. കേന്ദ്ര ഉത്തരവ് ലഭിച്ച ശേഷം ഇക്കാര്യത്തിലും അന്തിമ തീരുമാനമെടുക്കും. സംസ്ഥാന സർക്കാർ ചെലവ് നൽകണമെന്നാണ് കേന്ദ്ര ഉത്തരവെങ്കിൽ രാജ്ഭവൻ അനുവദിച്ച തുകയിൽ നിന്ന് ഈടാക്കണമെന്നതാണ് സർക്കാർ നിലപാട്. 24 തിരുവനന്തപുരം. 24 റൗണ്ടപ്പിലേക്ക് വീണ്ടും. ക്ഷേമ പെൻഷൻ തുടരുമെന്ന് ധനമന്ത്രിയുടെ ഉറപ്പ്. ഫെബ്രുവരി 5 അവതരിപ്പിക്കുന്ന ബജറ്റ് ജനപ്രിയമായിരിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ജനങ്ങൾക്ക് മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കില്ലെന്നും മന്ത്രി 24നോട് പറഞ്ഞു. അടുത്ത വർഷത്തെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് ബജറ്റിൽ ഊന്നൽ നൽകും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി നൽകാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. 24 എക്സ്ക്ലൂസീവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പും മറ്റു രാഷ്ട്രീയ വിഷയങ്ങളും മുന്നിൽ കണ്ട് കേന്ദ്രം കേരളത്തിന്റെ ധനകാര്യ വിഷയങ്ങളിൽ ഇടപെടുന്ന സാഹചര്യത്തിലാണ് ബജറ്റെന്ന് ധനമന്ത്രിയുടെ ആമുഖം. അപ്പോഴും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്താനാണ് ലക്ഷ്യമെന്ന് മന്ത്രി. നികുതി ഭാരം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കില്ല. അതേസമയം ലഭിക്കേണ്ട നികുതി കൃത്യമായി പിരിച്ചെടുക്കും. അടുത്ത വർഷത്തെ പദ്ധതി പ്രവർത്തനങ്ങളിൽ ഊന്നുന്ന ബജറ്റ് ജനപ്രിയമായിരിക്കുമെന്നും KN ബാലഗോപാൽ. കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ മുന്നോട്ട് പോക്കിന് പറ്റുന്ന തരത്തിലേക്കുള്ള എല്ലാ ശ്രമങ്ങളും നടത്താനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതിനകത്തൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് സംസ്ഥാനത്തെ അടുത്ത വർഷത്തെ പദ്ധതി പ്രവർത്തനങ്ങളായിരിക്കും. അതിന് പറ്റുന്ന തരത്തിലേക്കായിരിക്കും ബഡ്ജറ്റിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. കേരളം എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലേക്ക് കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ബഡ്ജറ്റിൻ്റെ കാര്യം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി നൽകുന്നതിനുള്ള നടപടികൾ ഉണ്ടാവും. കേന്ദ്രം ന്യായമായി തരേണ്ട കാര്യങ്ങൾ നിഷേധിക്കാൻ സാധിക്കില്ല. അത് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ബജറ്റിൽ ആലോചിക്കുന്നത്. എന്നാൽ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര ഫണ്ട് ഇനിയും വെട്ടിക്കുറയ്ക്കുമെന്ന സമീപനത്തിലാണ് സംസ്ഥാനത്തെ BJP എന്നും കുറച്ചുകൂടെ വെട്ടിക്കുറയ്ക്കട്ടെ എന്നാണ് കോൺഗ്രസിന്റെ ആഗ്രഹമെന്നും മന്ത്രിയുടെ വിമർശനം. കുറച്ചുകൂടെ വെട്ടിക്കുറയ്ക്കട്ടെ എന്നാണ് കോൺഗ്രസിൻ്റെ ആഗ്രഹം. കാരണം അവർ കേരളത്തെ അല്ല ഇഷ്ടപ്പെടുന്നത്. കേരളത്തിനോടുള്ള താല്പര്യമാണെങ്കിൽ കേരളത്തിന് വെട്ടിക്കുറയ്ക്കരുതെന്നല്ലേ അവർ പറയേണ്ടത്. പ്രതിപക്ഷവും കൂടി BJPയുടെ കൂടെ ചേർന്നിട്ട് ഇവർ വെട്ടിക്കുറച്ചാൽ കൊള്ളാം, ഇവരിപ്പോൾ ഇച്ചിരി വിഷമിക്കട്ടെ. ജനങ്ങളാണ് വിഷമിക്കുന്നത്. പക്ഷേ ആ ജനങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാൻ കൂടുതൽ തൊഴിലുണ്ടാവാനും വരുമാനം ഉണ്ടാവാനും കൂടുതൽ നമ്മുടെ കേരളം മുന്നോട്ട് പോകാനും പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ. മദ്യവിൽപ്പനയിൽ നിന്നല്ലാതെ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി ഉൽപാദന മേഖലയിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. KSRTCയുടെ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ വാദത്തെ പിന്തുണച്ച് KSRTCയിലെ പ്രതിപക്ഷ സംഘടന ബസ്സുകൾ നഷ്ടത്തിലാണെന്നും ഡീസൽ ബസ്സുകൾ വാങ്ങണമെന്നുമുള്ള മന്ത്രിയുടെ പ്രസ്താവനയെ TDF സംസ്ഥാന പ്രസിഡന്റ് M വിൻസെന്റ് MLA പിന്തുണച്ചു. ഇലക്ട്രിക് ബസ് ലാഭകരമാണെന്ന മാനേജ്മെന്റിന്റെ വാദം ശരിയല്ലെന്നും കോടികളുടെ നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്നും TDF സംസ്ഥാന പ്രസിഡന്റ് M വിൻസെന്റ് MLA. ബസിന്റെ ലാഭവിവരക്കണക്ക് പുറത്തുവിട്ടെങ്കിലും സ്വിഫ്റ്റ് കമ്പനിക്ക് മാത്രമാണ് ലാഭം. ബസിന്റെ റീപേയ്മെന്റ് ചെലവും ബാറ്ററി ചെലവും ഉൾപ്പെടെ KSRTC ആണ് വഹിക്കേണ്ടതെന്നും MLA. മാനേജ്മെന്റ് പുറത്തുവിട്ട കണക്ക് ഈ ഇലക്ട്രിക് ബസ്സിൽ നിന്ന് ഒരു ദിവസത്തെ വരുമാനം 6026 രൂപയാണ്. മാനേജ്മെന്റ് തന്നെ പുറത്തുവിട്ട ചെലവിൻ്റെ കണക്ക് 4753 രൂപയാണ്. മാനേജ്മെന്റിന്റെ കണക്ക് പ്രകാരം ഒരു ബസ്സിൽ നിന്ന് 1273 രൂപ അധികമായി ലഭിക്കുന്നു എന്നുള്ളതാണ് മാനേജ്മെന്റ് കണക്ക്. അപ്പം മാനേജ്മെന്റ് പറഞ്ഞ ചെലവിന് പുറമെ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു ചെലവാണ് ഈ ബസ്സിന്റെ റീപേയ്മെന്റും
ബാറ്ററി ചെലവും ഇത് ആര് കൊടുക്കണം? KSRTC ചെലവഴിക്കേണ്ട പൈസയാണ്. അങ്ങനെ നോക്കുമ്പോൾ മാനേജ്മെന്റ് പറഞ്ഞ 9392 രൂപയാണ് ഒരു ബസ്സിന്റെ ആകെ ചെലവ്. ഇവിടെയാണ് മാനേജ്മെന്റ് നടത്തുന്ന ഒരു കള്ളക്കളി നമുക്ക് കാണാൻ കഴിയുന്നത്. ചെലവിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഈ സ്വിഫ്റ്റ് കമ്പനിക്ക് വരവും ചെലവും മാത്രമാണ് പറയുന്നത്. KSRTC അടയ്ക്കേണ്ടുന്ന കാര്യങ്ങൾ പറയുന്നില്ല. ബസ്സുകൾ വാങ്ങിയതിന്റെ പർച്ചേസ് ഓർഡറുകളോ ടെൻഡർ വിവരങ്ങളോ KSRTC പുറത്തുവിടാത്തതിൽ ദുരൂഹതയുണ്ട്. നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ കാരണം കോടികളുടെ നഷ്ടമുണ്ടാകുമ്പോൾ സർക്കാർ എന്തിന് KSRTCയെ സംരക്ഷിക്കുന്നുവെന്നും M. വിൻസെന്റ്. നിയമസഭയിൽ ഇത് സംബന്ധിച്ച് പർച്ചേസ് ഓർഡറുകൾ പുറത്തുവിടണം എന്ന് പറഞ്ഞ് അതിൻ്റെ വിവരങ്ങൾ ലഭ്യമാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ ചോദ്യം ചോദിച്ചിട്ട് പോലും KSRTC മാനേജ്മെന്റ് അത് ലഭ്യമാക്കാതെ വച്ചിരിക്കുന്നത് ദുരൂഹമാണ്. KSRTCയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ ഗതാഗത മന്ത്രി തയ്യാറാകണമെന്നും MLA പറഞ്ഞു. 24 തിരുവനന്തപുരം. കോട്ടയം സീറ്റിനായി ചരടുവലി. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ കേരള കോൺഗ്രസ് നേതാക്കൾ അവകാശവാദം ഉന്നയിക്കുന്നതിൽ കോൺഗ്രസിന് അതൃപ്തി. ചർച്ചകൾ തർക്കങ്ങളിലേക്ക് നീണ്ടാൽ വിജയസാധ്യത കുറയുമെന്ന് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. നേതാക്കൾ വിവാദ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. കേരള കോൺഗ്രസ് നേതൃത്വം UDFൽ കോട്ടയം സീറ്റ് ആവശ്യപ്പെട്ടതിന് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥിയാകാനുള്ള മോഹവുമായി നേതാക്കൾ രംഗത്തു വന്നു. നേതാക്കളുടെ പരസ്യ പ്രതികരണം കോൺഗ്രസിൽ തർക്കത്തിനും വഴിയൊരുക്കി. ഇതാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചത്. ഇത്തരം ചർച്ചകൾ വിജയസാധ്യതകൾ ഇല്ലാതാക്കുമെന്നാണ് വിലയിരുത്തൽ. UDFന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന പരാമർശങ്ങളിൽ നിന്ന് നേതാക്കൾ വിട്ടുനിൽക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA 24നോട് പറഞ്ഞു. UDFന്റെ വിജയം പൂർണ്ണമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഐക്യത്തിൽ തന്നെയാണ്. അതെല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഐക്യത്തോടു കൂടി എന്ന് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടോ അന്നെല്ലാം നല്ല വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഒറ്റ മനസ്സ് ഏകശില വിഗ്രഹം പോലെയല്ലേ കേരളത്തിലെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് എന്തുണ്ടായി? നല്ല വിജയം ഉണ്ടായി. കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PC തോമസ് ആണ് ആദ്യം സ്ഥാനാർത്ഥിയാകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത്. പിന്നാലെ KM മാണിയുടെ മരുമകൻ MP ജോസഫും അവകാശവാദം ഉന്നയിച്ചു. ഫ്രാൻസിസ് ജോർജ് മണ്ഡലത്തിൽ സജീവമായതോടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിലും PJ ജോസഫിന് മുന്നിൽ സീറ്റ് മോഹം അവതരിപ്പിച്ചിട്ടുണ്ട്. 24 കോട്ടയം. തൊടുപുഴയിൽ അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ ഒന്നാം പ്രതി സവാദിന്റെ DNA പരിശോധന നടത്താൻ NIA പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം. കൈവെട്ട് കേസിൽ സവാദിനെ പ്രൊഫസർ TJ ജോസഫ് തിരിച്ചറിഞ്ഞതിനു പിന്നാലെയാണ് DNA പരിശോധന നടത്താൻ NIAയുടെ നീക്കം. പരിശോധനയ്ക്കുള്ള അപേക്ഷ ഉടൻ കോടതിയിൽ നൽകും. 13 വർഷം ഷാജഹാൻ എന്ന പേരിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് സവാദ് പിടിയിലായത്. അതിനാൽ പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക എന്ന ലക്ഷ്യമാണ് NIAയ്ക്ക്. കേസിൽ സവാദ് ഫെബ്രുവരി 16 വരെ റിമാൻഡിലാണ്. അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകുമെന്നും NIA വ്യക്തമാക്കി. സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവർക്കായുള്ള അന്വേഷണവും NIA ഊർജിതമാക്കിയിട്ടുണ്ട്. 24 കൊച്ചി. ഇടുക്കി പൂപ്പാറ പന്നിയാർ പുഴയ്ക്ക് സമീപമുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന് ഹൈക്കോടതി. ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. അപ്പീൽ നൽകുമെന്ന് ആക്ഷൻ കൗൺസിൽ പ്രതികരിച്ചു. റവന്യൂ വകുപ്പ് കയ്യേറ്റമെന്ന് കണ്ടെത്തിയ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ 56 കെട്ടിടങ്ങൾ ഒഴിപ്പിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. അമിക്കസ് ക്യൂറി മുഖേന ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. 6 ആഴ്ചയ്ക്കുള്ളിൽ പൂപ്പാറ പന്നിയാർ പുഴയിലെ 56 കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കണം. 60 വർഷമായി ഇവിടെ താമസിക്കുന്നവരാണ് പലരും. കയ്യേറ്റക്കാരല്ല, കുടിയേറ്റക്കാരാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. 60-65 വർഷത്തിന് മുമ്പ് ആരംഭിച്ച വ്യാപാര സ്ഥാപനങ്ങൾ ഇപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, ഞങ്ങളുടെ തലമുറ 2-3 തലമുറ മാറി വന്നു കഴിഞ്ഞപ്പോൾ അതിനെ ഒരു ചെറുതായ രീതിയിലുള്ള, അതായത് മഴ നനയാതെ ഇരിക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഒരു കാരണവശാലും ഞങ്ങൾ മറ്റൊരു നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ ഞങ്ങൾ നടത്തിയിട്ടുള്ള. നിയമപോരാട്ടം തുടരാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. അപ്പീലുമായി കോടതിയെ സമീപിക്കും. ഈ കേരളത്തിൽ എങ്ങും ഇല്ലാത്ത ഒരു നിയമം ഈ പൂപ്പാറയ്ക്ക് മാത്രം ഒരു വിധി വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് സംശയം തോന്നുകയാണ്.
പരിസ്ഥിതി സംഘടനയുടെ ഒരു പിൻബലത്തോടു കൂടി കോടിക്കണക്കിന് കാർബൺ ഫണ്ട് വാങ്ങിച്ചുകൊണ്ട് ഇത് ഇടുക്കി ജില്ലക്കാരെ കുറ്റപ്പെടുത്തി ചൂഷണം ചെയ്ത് ഭാവിയിൽ ഒരു 20 വർഷം കൊണ്ട് ഇടുക്കി ജില്ലക്കാരെയെല്ലാം ഇറക്കിവിടാം എന്നുള്ള ഒരു തോന്നൽ പരിസ്ഥിതിവാദികൾക്കുണ്ടെങ്കിൽ ഇത് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും കേരള ഗവൺമെൻറ്റും കോടതിയും ഇത് തിരിച്ചറിയണം. 2022 BJP ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ വിധി. കോടതി തങ്ങളുടെ ഭാഗം കേൾക്കുമെന്നും അനുകൂല വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആക്ഷൻ കൗൺസിൽ. 24 ഇടുക്കി. കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് വിമാനയാത്രയുടെ നിരക്ക് വർധന പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. നിരക്ക് കുറയ്ക്കാൻ എയർ ഇന്ത്യയോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണം. കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങാത്തതിന് ഹാജിമാരെ ബുദ്ധിമുട്ടിക്കുകയല്ല വേണ്ടതെന്നും PK കുഞ്ഞാലിക്കുട്ടി ബംഗളൂരുവിൽ പറഞ്ഞു. ഹജ്ജ് യാത്രാ നിരക്ക് കുറയ്ക്കാൻ ആവശ്യപ്പെട്ട് ബിനോയ് വിശ്വം MP കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്ക് കത്തയച്ചു. അല്ല, വലിയ വിമാനങ്ങൾ ഇപ്പോൾ വന്നില്ല എന്ന് കരുതി അതിന് ഹാജിമാരെ ശിക്ഷിക്കാൻ ഓൾറെഡി റെഡിയായി നിൽക്കുന്ന ഹാജിമാരെ ശിക്ഷിക്കാൻ ഒക്കില്ലല്ലോ. ഫെയർ കുറച്ച് കൊടുക്കണം ഇപ്പോൾ, ബാക്കി കാര്യങ്ങൾ പിന്നല്ലേ. കാരണം റെഡിയായി നിൽക്കുന്ന ആളുകൾക്ക് ഹജ്ജ് മുടങ്ങും. അല്ലെങ്കിൽ അതാണ് അവർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയില്ല. അവർക്ക് ഇത്രയും വലിയ ഒരു ഭാരിച്ച ചെലവ് വഹിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഹജ്ജ് മുടങ്ങും. ഹജ്ജ് മുടങ്ങാതെ കേന്ദ്ര ഗവൺമെന്റ് നോക്കും, ഹജ്ജ് മുടക്കരുത്. ഡൽഹിയിൽ ക്ഷേത്ര ചടങ്ങുകൾക്കിടെ സ്റ്റേജ് തകർന്നു വീണ് സ്ത്രീ മരിച്ചു. 17 പേർക്ക് പരിക്കേറ്റു. കൽക്കാജി മന്ദിറിലാണ് സംഭവം. പോലീസ് അനുമതി വാങ്ങാതെ നടത്തിയ ആഘോഷ ചടങ്ങുകളാണ് ദുരന്തത്തിൽ കലാശിച്ചത്. ശനിയാഴ്ച രാത്രി 12:30-നാണ് സംഭവം. ക്ഷേത്രത്തിലെ പ്രത്യേക പൂജാ ചടങ്ങുകൾക്കായി 1600-ലേറെ പേർ എത്തിയിരുന്നു. പൂജാവേദിക്കരികെ സംഘാടകർക്കും VIP-കൾക്കുമായി പ്രത്യേകമൊരുക്കിയ സ്റ്റേജാണ് തകർന്നത്. അനുവദനീയമായ ആളുകളെക്കാൾ കൂടുതൽ പേർ ഈ സമയം സ്റ്റേജിലുണ്ടായിരുന്നതാണ് അപകടകാരണമെന്നാണ് നിഗമനം. പരിക്കേറ്റവരെല്ലാം ആശുപത്രികളിലേക്ക് മാറ്റി. മരിച്ച സ്ത്രീയെ തിരിച്ചറിഞ്ഞിട്ടില്ല. സംഘാടകർക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തു. ന്യൂസ് ഡെസ്ക് 24. തമിഴ്നാട് തെങ്കാശിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 6 പേർ മരിച്ചു. പുളിയൻകുടി സ്വദേശികളാണ് മരിച്ചത്. കുറ്റാലത്ത് പോയി തിരികെ വരുമ്പോഴായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ഇന്നു പുലർച്ചെ 4 മണിയോടെ കൊല്ലം മധുര ദേശീയപാതയിൽ പുന്നയ്യപുരത്താണ് അപകടം. കുറ്റാലത്ത് നിന്നും മടങ്ങിവരികയായിരുന്ന സുഹൃത്തുക്കൾ സഞ്ചരിച്ച കാർ കേരളത്തിലേക്ക് സിമന്റുമായി പോവുകയായിരുന്ന ലോറിയിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു. പുളിയൻകുടി അമ്മൻ ക്ഷേത്ര പരിസരത്ത് താമസിക്കുന്ന കാർത്തിക്, വേൽ, മനോജ്, സുബ്രഹ്മണ്യൻ, മനോഹരൻ, ബോധിരാജ് എന്നിവരാണ് മരിച്ചത്. കാറിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പുലർച്ചെയായതിനാൽ രക്ഷാപ്രവർത്തനം 20 മിനിറ്റോളം വൈകി. പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി അരമണിക്കൂറെടുത്താണ് കാറിനുള്ളിൽപ്പെട്ടവരെ പുറത്തെടുത്തത്. അപ്പോഴേക്കും എല്ലാവർക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. 24 ചെന്നൈ. പാലക്കാട് ഭാര്യയെ ഭർത്താവ് തലക്കടിച്ച് കൊലപ്പെടുത്തി. കോട്ടായി ചേന്നങ്കാട് സ്വദേശി വേശുക്കുട്ടിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബ വഴക്കിനെ തുടർന്നാണ് കൊലപാതകമെന്നാണ് വിവരം. വേലായുധനും ഭാര്യയും വഴക്ക് പതിവായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ രാത്രിയും ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി. തുടർന്ന് വേലായുധൻ വിറകുപയോഗിച്ച് വേശുക്കുട്ടിയെ മർദ്ദിച്ചു. അപ്പോൾ ഞങ്ങൾ ജനൽ തുറന്നിട്ട് നോക്കിയപ്പോൾ ഒന്നും അനക്കില്ല. അപ്പോൾ പുള്ളി കൂടി പോയിട്ട് വായിൽ തുറന്ന് കിടക്കുന്നു. ഞാനും അവളും കൂടി പോയി വായിൽ തുറന്ന് നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ച് ഞാൻ കിടക്കുകയാണ്. വേലായുധൻ തന്നെയാണ് കൊലപാതക വിവരം ബന്ധുക്കളെ അറിയിച്ചത്. വേശുക്കുട്ടിക്ക് മാനസിക പ്രശ്നമുള്ളതായി ബന്ധുക്കൾ പറയുന്നു. വേലായുധനെ കോട്ടായി പോലീസ് അറസ്റ്റ് ചെയ്തു. 24 തൃശൂർ. ചികിത്സയ്ക്കെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ കോഴിക്കോട് മന്ത്രവാദി അറസ്റ്റിൽ. 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ വയനാട് സ്വദേശി അൻവർ സാദത്താണ് അറസ്റ്റിലായത്. പുതുപ്പാടി ഈങ്ങാപ്പുഴയിൽ താമസിക്കുന്ന വയനാട് പടിഞ്ഞാറത്തറ സ്വദേശി അൻവർ സാദത്താണ് അറസ്റ്റിലായത്. പഠനത്തിൽ പിറകിലായ കുട്ടിയെ കൗൺസിലിങ്ങിന് എത്തിച്ചപ്പോൾ പീഡിപ്പിച്ചെന്നാണ് പരാതി. സ്കൂളിൽ നടന്ന കൗൺസിലിങ്ങിനിടെയാണ് വിദ്യാർത്ഥിനി പീഡന വിവരം പുറത്തു പറഞ്ഞത്. പിന്നീട് ചൈൽഡ് ലൈൻ വഴി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 45-കാരനെ താമരശ്ശേരി ഡിവൈഎസ്പിയുടെ ചുമതലയുള്ള ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി P പ്രമോദിന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത്. പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസ്. 7 വർഷത്തോളമായി അൻവർ സാദത്ത് ഈങ്ങാപ്പുഴയിൽ മന്ത്രവാദം നടത്തി വരികയാണ്. സിദ്ധിയുണ്ടെന്നും മന്ത്രവാദത്തിലൂടെ എല്ലാ രോഗങ്ങളും മാറ്റിത്തരാമെന്നും പറഞ്ഞ് ഇയാൾ പണം തട്ടിയതായും പരാതിയുണ്ട്. 24 കോഴിക്കോട്. കോഴിക്കോട് കൈക്കൂലി വാങ്ങുന്നതിനിടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പിടിയിൽ. ഫറോക്ക് സബ് RT ഓഫീസിലെ MVI അബ്ദുൾ ജലീലിനെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്.
10,000 രൂപ വാങ്ങുന്നതിനിടെ അഴിഞ്ഞില്ലത്തെ വാടക വീട്ടിൽ നിന്നാണ് അബ്ദുൾ ജലീൽ പിടിയിലായത്. ഫറോക്കിലുള്ള വാഹന പുക പരിശോധനാ കേന്ദ്രത്തിന്റെ ഉടമയോടാണ് പണം ആവശ്യപ്പെട്ടത്. പ്രതിമാസം 8 ലക്ഷം രൂപ വരെ ഇയാൾ കൈക്കൂലിയായി കൈപ്പറ്റിയതായി വിജിലൻസ് കണ്ടെത്തി. ഇടുക്കി തൊടുപുഴ സ്വദേശിയായ അബ്ദുൾ ജലീലിനെതിരെ നേരത്തെയും പരാതികളുണ്ടായിരുന്നു. ചെങ്ങന്നൂർ പാണ്ടനാട്ടിൽ പാടശേഖരങ്ങൾ കൃഷിക്കൊരുങ്ങിയാൽ പാണ്ടനാട് കൃഷ്ണപ്രിയ ബാലാശ്രമത്തിലെ അന്തേവാസികൾക്കും നിരവധി കുടുംബങ്ങൾക്കും ആധിയാണ്. കൃഷിക്കായി വെള്ളം പമ്പ് ചെയ്യുന്നതോടെ ഇവരുടെ പാർപ്പിടങ്ങൾ വെള്ളത്തിലാകുന്നതാണ് കാരണം. ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ട കനാലിന് താങ്ങാവുന്നതിലും അധികം വെള്ളം തുറന്നുവിടുന്നതാണ് പ്രശ്നം. വർഷങ്ങളായി ഇവരുടെ ഈ ദുരവസ്ഥ തുടങ്ങിയിട്ട് കനാലിന്റെ ശേഷിയേക്കാൾ കൂടുതൽ വെള്ളം തുറന്നുവിടുന്നതാണ് ജലം പുറത്തേക്കൊഴുകാൻ കാരണം. പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രി, ജലസേചന മന്ത്രി, ആരോഗ്യമന്ത്രി, MLA, കളക്ടർ, ബാലാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയുമായില്ല. തുടർന്ന് ബാലാശ്രമം അധികൃതർ പ്രശ്നം പരിഹരിക്കാൻ തടയണ നിർമ്മിച്ച് സമീപത്തെ പുരയിടത്തിലേക്ക് വെള്ളം ഒഴുക്കിവിടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിനു മുകളിലൂടെ വെള്ളം ഒഴുകിയെത്തി ബാലാശ്രമത്തിന്റെ വളപ്പിലും ഭക്ഷണശാലയിലും വെള്ളമെത്തി. കിണറ്റിലും വെള്ളം കലർന്നു. മലിനമായ ജലം കിണർ വെള്ളത്തിൽ കലരുന്നത് മൂലം അന്തേവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. കുട്ടികൾ ആഹാരം കഴിക്കുകയും പഠനത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഹാളിലും ഒക്കെ വെള്ളം കയറി കിണറ്റിലെ വെള്ളം പൂർണ്ണമായിട്ടും മലിനമാവുകയാണ്. ഞങ്ങൾ ദിവസവും ബ്ലീച്ചിങ് പൗഡർ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഫിൽറ്ററൊക്കെ വെച്ചേക്കുന്നതുകൊണ്ടാണ് കുട്ടികൾ എന്നിട്ട് തന്നെ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് രോഗം ഒഴിയാത്തൊരവസ്ഥയാണ്. ഇതിന് അത്യാവശ്യമായിട്ട് എത്രയും വേഗം എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ബാലാശ്രമത്തിൽ 20 കുട്ടികളും 6 ജീവനക്കാരുമുണ്ട്. വെള്ളമിറങ്ങുന്നതോടെ ബാലാശ്രമവും പരിസരവും ശുചീകരിച്ചാലും അടുത്ത ദിവസവും ഇതേ അവസ്ഥ തുടരും. പമ്പ് ചെയ്യുന്ന വെള്ളത്തിന്റെ അളവ് നിയന്ത്രിച്ചും വേണ്ട സ്ഥലങ്ങളിൽ കനാലിന്റെ ഉയരം കൂട്ടിയും പ്രശ്നം പരിഹരിക്കാമെന്നിരിക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഫണ്ടില്ലെന്ന വിചിത്രവാദമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. 24 ആലപ്പുഴ. LP UP അധ്യാപക യോഗ്യതയ്ക്കായുള്ള കേട്ടറ്റ് പരീക്ഷാഫലം വൈകുന്നതായി ആക്ഷേപം. ഇതേ തുടർന്ന് PSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനാകുന്നില്ലെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. ഈ മാസം 31-നാണ് അപേക്ഷ നൽകേണ്ട അവസാന തീയതി. B.Ed കഴിഞ്ഞ വിദ്യാർത്ഥികൾ അധ്യാപക യോഗ്യതയ്ക്കായുള്ള കേട്ടറ്റ് ഫലത്തിനായി കാത്തിരിക്കുകയാണ്. ഡിസംബർ 29, 30 തീയതികളിലാണ് പരീക്ഷ നടന്നത്. എന്നാൽ LP, UP അധ്യാപക പോസ്റ്റിലേക്ക് അപേക്ഷ നൽകാൻ PSC നിശ്ചയിച്ച അവസാന തീയതി ഈ മാസം 31 ആണ്. പരീക്ഷാഫലം വൈകിയാൽ അത് ഈ ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചടിയാണ്. LP, UP, PSC അപേക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അങ്ങനെ അപേക്ഷിക്കാൻ നമുക്ക് പറ്റില്ല. കാറ്ററ്റ് കിട്ടാതെ നമുക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. ഈ 30-ാം ഉള്ളിൽ തന്നെ റിസൾട്ട് വന്നാൽ നമുക്ക് സാധാരണ എല്ലാവർക്കും കൊടുക്കണമായിരിക്കും, നമുക്കും PSCക്ക് കൊടുക്കാം. പക്ഷെ ഇതുവരെ അങ്ങനെ വരാത്ത പക്ഷെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയായി മാറുകയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ വർഷത്തെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതേ തസ്തികയിലേക്കുള്ള PSC വിജ്ഞാപനത്തിനായി വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. 24 മലപ്പുറം. തിരുവനന്തപുരം മേയറെ വേദിയിലിരുത്തി തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റി, അമൃത് പദ്ധതികളെ വിമർശിച്ച് കടകംപള്ളി സുരേന്ദ്രൻ MLA. വർഷങ്ങളായി തലസ്ഥാനത്തെ റോഡുകൾ പൊളിച്ചിട്ടിരിക്കുന്നു. പദ്ധതികളിൽ വലിയ വീഴ്ചയാണ് സംഭവിച്ചത്. വികസന പദ്ധതികളുടെ പേരിൽ നഗരത്തെ ശ്വാസം മുട്ടിക്കുന്നുവെന്നും കടകംപള്ളി സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. തിരുവനന്തപുരം നഗരസഭ വികസന സെമിനാറിലാണ് കടകംപള്ളി സുരേന്ദ്രന്റെ വിമർശനം. അത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടത്ര വേഗതയോടുകൂടി നടപ്പിലാക്കാൻ സാധിക്കുന്നില്ലെന്നുള്ളൊരു പോരായ്മയുണ്ട്. വർഷങ്ങളായിട്ട് യാത്രാ സൗകര്യം നിഷേധിക്കപ്പെട്ട ജനങ്ങൾ നമ്മുടെ നഗരത്തിനകത്ത് താമസം. അമൃത് പദ്ധതിയുടെ ഭാഗമായി എത്ര ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. സിവറേജ് പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള അമൃത് പദ്ധതി നടപ്പിലാക്കുമ്പോൾ 2, 3, 4 വർഷമായിട്ട് ജനങ്ങളെ തടവിലാക്കുന്നതായിട്ടുള്ള സഞ്ചരിക്കുന്നതെന്നും തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള അവസ്ഥാവിശേഷം വരികയാണ്. ചില പദ്ധതികൾ നമ്മൾ തുടങ്ങി ആ പദ്ധതികൾ എവിടെയും എത്താതെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. സുനാമിയിൽ വീട് തകർന്ന് 19 വർഷം കഴിഞ്ഞിട്ടും സർക്കാരിൽ നിന്ന് സഹായം ലഭിച്ചിട്ടില്ലെന്ന പരാതിയുമായി മത്സ്യത്തൊഴിലാളി കുടുംബം. ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മലപ്പുറം പൊന്നാനിയിലെ ജമാലുദ്ദീൻ കയറിയിറങ്ങാത്ത ഓഫീസുകളൊന്നുമില്ല. ജോലിക്കിടെ വീണ് ജമാലുദ്ദീന്റെ തോളലിന് പരുക്കേറ്റതോടെ ഒറ്റമുറി വീട്ടിലെ വാടക പോലും നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് 6-അംഗ കുടുംബം. പുതുപ്പൊന്നാനിയിൽ ആകെ ഉണ്ടായിരുന്ന 4 സെന്റ് സ്ഥലം ഭൂരിഭാഗവും കടലെടുത്തു. ഇതോടെ
താമസം വാടക കെട്ടിടത്തിലേക്ക് മാറ്റി. സുനാമിയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് അനുവദിക്കാമെന്ന് മാറി മാറി വന്ന സർക്കാരുകൾ വാഗ്ദാനം നൽകിയതാണ്. ഇത് വിശ്വസിച്ച് നിരവധി തവണ വീടിനായി അപേക്ഷ നൽകിയെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലം. ഈ സുനാമി വന്നിട്ട് പോയതാണ്, സ്ഥലവും വീടെല്ലാം പോയതാണ്, നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഒരു വാടക അടക്കാൻ നിവൃത്തിയില്ല, ഒരു വീടടക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് അപേക്ഷ കൊടുത്തിരുന്നു, ഒരുപാട് ഈ മുനിസിപ്പാലിറ്റിയിൽ, അതുപോലെ പൊന്നാനി സിവിൽ സ്റ്റേഷനിൽ, അതുപോലെ പൊന്നാനിൽ പല നേതാക്കന്മാരുമായിട്ടും സഖാക്കളുമായിട്ട് പലരുമായിട്ട് സമീപിച്ചിരുന്നു. ഈ സുനാമിക്ക് ശേഷം എന്താ പറയുക, ഒരു സഹായം അന്നത്തെ സർക്കാരിൽ നിന്നും ഇന്നത്തെ സർക്കാരിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, ഒരു സഹായം കിട്ടിയിട്ടില്ല. മൂന്ന് മാസം മുൻപ് വീണ് തോളലിന് പരിക്കേറ്റതോടെ ജോലിക്കും പോകാൻ കഴിയാതെയായി. പ്രളയത്തിൽ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ മത്സ്യത്തൊഴിലാളികളെ വാനോളം പുകഴ്ത്തിയവർ ഈ വാടക വീട്ടിലെ ദുരിതം കാണുന്നില്ലെന്നാണ് ജമാലുദ്ദീന്റെ പരാതി. സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരായി കിടക്കുന്ന സമയത്തും ഞങ്ങളെ വീട് പൊളിഞ്ഞിട്ടും ഞങ്ങൾ ഭയങ്കര ദയനീയമായ അവസ്ഥയിൽ ഞങ്ങൾ ജീവിക്കുന്ന സമയത്തും ഞങ്ങൾക്ക് ആ സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യം കിട്ടില്ല. ഇപ്പോൾ 10 വർഷമായി പിണറായി സർക്കാർ വലിക്കാണ് ഇപ്പോൾ രാജ്യത്ത്. അപ്പോൾ പല ഓഫീസിലും പലവരെയും കണ്ടിട്ട് പല ലെവലിലും സംസാരിച്ചിട്ട് നമുക്ക് സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇനി ആരത്ത് പോയി എന്താ ചെയ്യും? 3 പെൺമക്കളും ഭാര്യയും മാതാവും ഉൾപ്പെടെ 6 പേരാണ് വീട്ടിലുള്ളത്. ആകെയുണ്ടായിരുന്ന വരുമാനം നിലച്ചതോടെ ഇവരുടെ ജീവിതവും വഴിമുട്ടി. പ്രളയസമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയതിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ നൽകിയ സർട്ടിഫിക്കറ്റൊക്കെ ജമാലുദ്ദീന്റെ പേരിലുണ്ട്. പക്ഷേ 3 പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള 6 അംഗ കുടുംബം ഈ ഒറ്റമുറി വാടക കെട്ടിടത്തിലാണ് വർഷങ്ങളായി താമസം. അവർക്കൊരു വീട് അനുവദിച്ചു കൊടുക്കാൻ പോലും സർക്കാരിനോ അധികാരികൾക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ക്യാമറാമാൻ അർഷക്കിനൊപ്പം അരുൺ പാറക്കൽ, 24 തിരൂർ. 2018 പ്രളയത്തിൽ വീടും സ്ഥലവും താമസയോഗ്യമല്ലാതായതോടെ വാടക വീട്ടിൽ കഴിയുകയാണ് മലപ്പുറം നിലമ്പൂർ പാത്രക്കുണ്ട് സ്വദേശി സാജു തോമസ്. പ്രളയത്തിൽ 85 സെന്റ് സ്ഥലമാണ് വാസയോഗ്യമല്ലാതായത്. നവകേരള സദസ്സിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. 59 പേരുടെ മരണത്തിനിടയാക്കിയ കവളപ്പാറ ദുരന്തം നമ്മൾ ആരും മറന്നിട്ടില്ല. കവളപ്പാറക്കടുത്ത് പാത്രക്കുണ്ടിലാണ് സാജു തോമസ് താമസിച്ചിരുന്നത്. ഉരുൾപൊട്ടലിൽ കുന്നിനു മുകളിൽ നിന്ന് മരവും കല്ലുകളും ഒലിച്ചു വന്ന സാജു തോമസിന്റെ വീടും കൃഷിയിടവും ഉൾപ്പെടുന്ന 85 സെന്റ് സ്ഥലം വാസയോഗ്യമല്ലാതായി. അന്ന് തുടങ്ങിയതാണ് വാടക വീട്ടിലെ ഈ താമസം. ഇപ്പോഴും തുടരുന്നു. സർക്കാരിൽ നിന്ന് ആകെ ലഭിച്ചത് 60,000 രൂപ മാത്രം. വില്ലേജ് ഓഫീസ് മുതൽ നവകേരള സദസ് വരെ പരാതി നൽകി. ഞാനിപ്പോൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തു, റവന്യൂ മന്ത്രിക്ക് കൊടുത്തു, MLAക്ക് കൊടുത്തു, MLAക്ക് കൊടുത്ത് അതിന്റെ പുറത്ത് വീണ്ടും MLA ഓഫീസിൽ നിന്ന് എനിക്ക് അവരുടെ ലെറ്ററോട് കൂടി, അവരുടെ റെക്കമെൻഡ് ലെറ്ററോട് കൂടിയാണ് റവന്യൂ മന്ത്രിക്ക് കൊടുത്തിരുന്നത്. അതിന്റെ ഒന്നും റിപ്പോർട്ടുകൾ ശരിയായിട്ട് നമുക്ക് കിട്ടുന്നില്ല. ലാസ്റ്റ് ഇപ്പം നവകേരളയെ കൊടുത്തു. നവകേരളയെ കൊടുത്തിട്ട് ഇപ്പോൾ 2 മാസം ആവുന്നു. സ്ഥലം വാസയോഗ്യമല്ലെന്ന് തഹസിൽദാരുടെ റിപ്പോർട്ടുണ്ടെങ്കിലും ശക്തമായ മഴ ഉള്ളപ്പോൾ മാറ്റിപ്പാർപ്പിക്കണമെന്ന ദുരന്ത നിവാരണ സമിതിയുടെ റിപ്പോർട്ടാണ് വിനയായത്. വില്ലേജ് ഓഫീസർ ചെയ്തിട്ടുണ്ട്, പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നത് അവിടുന്ന് താമസയോഗ്യമല്ല എന്നുള്ളതാണ്. എനിക്ക് പുനരധിവാസമാണ് എന്റെ ആവശ്യം. എനിക്കൊരു വീടും സ്ഥലമാണ് എനിക്ക് ആവശ്യം. അതല്ലാതെ നമുക്ക് ഇനി എന്നെ കണ്ട ഒരു വീടോ സ്ഥലമോ ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. 3 പെൺമക്കളുടെ പിതാവായ സാജു തോമസും ഭാര്യയും ഒറ്റക്കാണ് താമസം. സ്വന്തമായി വീട് വെക്കാനുള്ള സാമ്പത്തിക ശേഷിയും ഈ പാവത്തിനില്ല. 24 മലപ്പുറം. കോതമംഗലം പുന്നേക്കാട് ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിലെ ആന വാച്ചർമാർക്ക് ശമ്പളം മുടങ്ങിയിട്ട് 6 മാസമായി. ജീവൻ പണയം വെച്ചും വനാതിർത്തികളിൽ കാവൽ നിൽക്കുന്ന 6 പേർക്കാണ് ശമ്പളം പോലുമില്ലാത്ത ദുരവസ്ഥ. കാട്ടാനകൾ പുന്നേക്കാടുള്ളവരുടെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് 5 വർഷമായി. പരാതി കൂടിയതോടെയാണ് പുന്നേക്കാട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിന് കീഴിൽ 6 താൽക്കാലിക വാച്ചർമാരെ നിയമിച്ചത്. ആദ്യമൊക്കെ കൃത്യമായി ശമ്പളം കിട്ടി.
പിന്നീട് അതിലും കുറവ് വരുത്തി. ആ പണമാണിപ്പോൾ 6 മാസമായി കിട്ടാതായിട്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഏകദേശം 6 മാസത്തോളം ജോലി ചെയ്തിട്ട് ഒരു മാസം 7 ദിവസത്തെ വേതനം വീതം തന്ന് ഞങ്ങളെ ഒഴിവാക്കുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ 6 മാസമായിട്ടും ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നില്ല. ഞങ്ങളുടെ ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ ചോദിക്കുമ്പോൾ അത് ഇന്ന് ശരിയാകും, നാളെ ശരിയാകും, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ കിട്ടും എന്ന് പറയുകയല്ലാതെ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. പെരിയാർ കടന്നെത്തുന്ന ആനകളെ തുരത്താൻ വാച്ചർമാർ വനാതിർത്തികളിൽ സദാ ജാഗരൂകരാണ്. ആനകൾ ചിലപ്പോൾ ദിവസങ്ങളോളം ജനവാസ മേഖലകളിൽ തമ്പടിക്കാറുണ്ട്. ഇവയെ വനപാലകരുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ തിരികെ കാട്ടിലേക്ക് കയറ്റിവിടുന്നതുവരെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ആനവാച്ചർമാർ ജോലി ചെയ്യേണ്ടി വരും. രാത്രികാലങ്ങളിൽ ആനവാച്ചേഴ്സാണ് സത്യത്തിൽ അതിർത്തി കാക്കുന്ന ജവാന്മാരെ പോലെ ഈ രാത്രികാലങ്ങളിൽ ഈ ആനകളെ ഉറക്കമളച്ച് നാട്ടുകാരുടെ കൂടി സഹകരണത്തോടു കൂടി ഈ ആനകളൊക്കെ ജനവാസ മേഖലയിലേക്ക് വരാതിരിക്കുവാനായിട്ട് ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കുന്നത്. പക്ഷേ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, അവർക്ക് ഇതുവരെ ശമ്പളം കൊടുക്കുവാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. വനം വകുപ്പ് അവഗണന തുടർന്നാൽ സമരത്തിലേക്ക് കടക്കാനാണ് വാച്ചർമാരുടെ തീരുമാനം. 24 കൊച്ചി. പ്രേക്ഷകർ ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽത്തങ്കടിയിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം. 2 മലയാളികളടക്കം 3 പേർ മരിച്ചു. ഒരു മലയാളി അടക്കം 6 പേർക്ക് പരുക്കുണ്ട്. മലപ്പുറം സ്വദേശിയായ ബഷീറിന്റെ ഫാമിലാണ് പടക്ക നിർമ്മാണശാല ഉണ്ടായിരുന്നത്. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മനേഷ്, എപ്പോഴായിരുന്നു ഈ അപകടം? കൂടുതൽ പേരുടെ പരുക്ക്, അത് ഏത് നിലയ്ക്കുള്ള പരുക്കാണ്? ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ഗൂഗിൾ, ഇന്ന് വൈകിട്ടാണ് ഈ ഒരു അപകടം നടക്കുന്നത്. കാരണം ദക്ഷിണ കന്നഡ ജില്ലയിലുള്ള ബെൽത്തങ്കടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു മലയാളിയുടെ മലപ്പുറം സ്വദേശിയായിട്ടുള്ള ബഷീറിന്റെ ഫാമിനോട് ചേർന്നുള്ള ഒരു പടക്ക നിർമ്മാണശാലയാണ്. അവിടെയാണ് ഇപ്പോൾ ഈ ഒരു അപകടം നടന്നിരിക്കുന്നത്. 2 മലയാളികളടക്കം 3 പേരാണ് മരിച്ചിരിക്കുന്നത്. മരിച്ചവർ പടക്ക നിർമ്മാണശാലയിലെ ജോലിക്കാരായിരുന്ന സ്വാമി, അതുപോലെ തന്നെ വർഗീസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. മറ്റൊന്ന്, ഈ പടക്കം സൂക്ഷിച്ചിരുന്ന ഒരു ഗോഡൌൺ അത് പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട്. 9 പേരാണ് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്, അപകടം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും സോളിഡ് ഫയർ വർക്ക്സ് എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമാണിത്. അതിന് ലൈസൻസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. സംഭവത്തിൽ ഫാം ഉടമ അടക്കം 2 പേരെ എന്തായാലും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഗോകുൽ, മനേഷ്, ഇതൊരു രജിസ്ട്രേഷനുള്ള സ്ഥാപനമാണ് എന്നാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ അതല്ല, സാധാരണ ഈ തമിഴ്നാട്ടിലൊക്കെ ശിവകാശിയിലുമൊക്കെ അപകടം സംഭവിക്കുന്നത് അനുവദനീയമായതിലും അളവിൽ ഈ വെടിമരുന്നും മറ്റും സൂക്ഷിക്കുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ സുരക്ഷാ മുൻകരുതലില്ലാതെ ഇതിൻ്റെ നിർമ്മാണം നടത്തുമ്പോഴൊക്കെയാണ്. എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് മനസ്സിലാക്കുന്നത്? പ്രാഥമികമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ട്, അതായത് അപകടത്തിന്റെ കാരണം സാധാരണ നിലയിൽ ഈ രാസവസ്തുക്കൾ മിക്സ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ സാധാരണ നിലയിൽ സംഭവിക്കാറ്. ഇപ്പോൾ ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട്ടിലൊക്കെ സാധാരണ നിലയിൽ അങ്ങനെയാണ് സംഭവിക്കാറ്. ഇതിപ്പോൾ ഈ സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ട്, ബോർഡെല്ലാം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടോ എന്നുള്ളതാണ് പ്രാഥമികമായി എന്തായാലും പരിശോധിക്കുന്നത്. മാത്രമല്ല, തൊഴിലാളികളുടെ സുരക്ഷ, ഈ പറഞ്ഞ അപകടം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് 9 തൊഴിലാളികളാണ്. അതിൽ എത്രത്തോളമായിരുന്നു അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിരുന്നത് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. മാത്രമല്ല, ഈ പടക്ക നിർമ്മാണത്തിന് കൃത്യമായ ഒരു സമയനിഷ്ഠയുണ്ട്, ആ നിഷ്ഠ പാലിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് എന്തായാലും പ്രാഥമികമായി ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. എന്തായാലും മലപ്പുറം സ്വദേശി ബഷീറിന്റെ ഫാമിലാണ് ഈ ഒരു പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അഗ്നിരക്ഷാ സേനയും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോകുൽ, കർണാടകയിലെ ബെൽത്തങ്കാടിയിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായിരിക്കുന്നത്. മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള പടക്ക നിർമ്മാണശാലയായിരുന്നു. 2 മലയാളികളടക്കം 3 പേരാണ് മരിച്ചത്. ഒരു മലയാളിയടക്കം 6 പേർക്ക് പരുക്കേറ്റിട്ടുമുണ്ട്. മലപ്പുറം സ്വദേശിയായ ബഷീറിന്റെ ഫാമിലായിരുന്നു ഈ പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചിരുന്നത്. ഏതായാലും എന്താണ് അപകട കാരണം എന്നതടക്കമുള്ള വിവരങ്ങളിലേക്ക് അന്വേഷണം പുരോഗമിക്കുന്നുവെന്നാണ് മനേഷ് മൂർത്തി നൽകുന്ന വിവരം. പ്രേക്ഷകരെ ചേർത്തു നിർത്തി ചാനൽ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് 24. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ 24 സംഘടിപ്പിച്ച പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയത് ജനസഞ്ചയം. ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ചരിത്ര നിമിഷം ഉദ്ഘാടനം ചെയ്തു. 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ് കാരുണ്യ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും നടന്നു. ലോകത്താദ്യമായി ഒരു വാർത്താ ചാനൽ സംഘടിപ്പിച്ച പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം. അതിൽ പങ്കാളികളായി ചരിത്രത്തിന്റെ ഭാഗമായത് ആയിരക്കണക്കിന് പേർ. രാവിലെ മുതൽ കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തി. പിന്നെയും നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 2 മണിയോടെ സ്വപ്ന നിമിഷത്തിന് തിരശീല ഉയർന്നു.
കാണികൾക്ക് സമ്മാനമായി ആദ്യം വേദിയിലെത്തിയത് 24-ലെ അവതാരകരുടെ നൃത്തരൂപം. സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ദേശലക്ഷ്യം വിവരിച്ച് ഫ്ലവേഴ്സ് MD-യും 24 ചീഫ് എഡിറ്ററുമായ R. ശ്രീകണ്ഠൻ നായർ കാണികൾക്കിടയിലേക്ക്. ഹലോ, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ലോകത്തൊരു ടെലിവിഷൻ ചാനലും ചെയ്യാത്തൊരു കർമ്മ പദ്ധതിയാണ് ഇതിപ്പോൾ നടക്കാൻ പോകുന്നത്. പ്രേക്ഷകരെ പ്രത്യക്ഷമായി കാണാനും കാണാനും അവരോട് സംസാരിക്കാനും സമ്മതിക്കാനും ഒരു സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുക സാധാരണഗതിയിൽ അത് നടക്കാത്തൊരു കാര്യമാണ്. പ്രേക്ഷകരും ചാനലും ഒറ്റക്കെട്ടായി മുന്നോട്ടെന്ന് വ്യക്തമാക്കി പ്രതിജ്ഞ. വർണ്ണവർഗ വ്യത്യാസമോ ജാതിമത ചിന്തയോ കക്ഷി രാഷ്ട്രീയമോ ഇല്ലാതെ 24 കണക്ട് അഖില ലോക തലത്തിൽ സംഘടിപ്പിക്കുന്ന മലയാളി ചങ്ങലയിൽ ഞാനും കണ്ണിയാകുന്നു. പ്രേക്ഷകരാണ് കരുത്തെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ. 24 എന്നും മനുഷ്യപക്ഷത്ത് തുടരുമെന്ന് ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ്. നിങ്ങളുടെ മനോഭാവം, നിങ്ങളുടെ സമർപ്പണം, അതായത് ഈ ചാനലിനോടുള്ള സമർപ്പണം, അതായത് അതൊരു വിശ്വാസം, സത്യം മാത്രമേ ഇതിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ. ഇത് നമ്മുടെ സമൂഹത്തിന് നല്ല രീതിയിൽ ആരോഗ്യപരമായ ഒരു മാനസികമായ ആരോഗ്യപരമായ കാര്യത്തിൽ മാത്രമേ ഇത് നയിക്കുകയുള്ളൂ എന്ന ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടായതിൻ്റെ പേരിലാണ് ചാനൽ ഇന്ന് ഇത്രത്തോളം ഉയരാനുള്ള കാരണം. പ്രളയം, ഒരുപാട് കെടുതികളും പലതും നമ്മുടെ നാട്ടിൽ പല സമയങ്ങളിലായി സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്തെല്ലാം 24-ന്റെ സാന്നിധ്യം നിങ്ങളെല്ലാവരും കണ്ടതാണ്. അത്തരം അവസരങ്ങളിലും അത് ഏറ്റെടുക്കാനും പാവപ്പെട്ടവരെ സഹായിക്കാനും ഉള്ള ഒരു വേദിയും കൂടിയാണ് ഈ 24 കണക്റ്റിനെ കാണുന്നത്. പ്രേക്ഷകർക്കിടയിൽ നിന്ന് അവതാരകർ പരിപാടിയുടെ ഭാഗമായി. അവതാരകരും പ്രേക്ഷകരും തമ്മിലുള്ള ചാറ്റ് ഷോയും നവ്യാനുഭവമായി. സ്ഥലം ഞാൻ നൽകുന്നു. അപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ. അതായത് നമ്മുടെ ഈ വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതിക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് 3 സെന്റ് പുരയിടം കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. എനിക്കൊരു ഓട്ടോമാറ്റിക് ഒരു വീൽ ചെയർ കിട്ടണം. നമ്മളൊരു വീൽ ചെയർ വാങ്ങിച്ചു തരും. പെർലത്ത് വീട് കിട്ടിയത് വലിയ സന്തോഷം. നമ്മുടെ ഇവിടെ നിന്നുള്ള വീട് കിട്ടിയ ആളാണ്. വീട് കിട്ടിയ ആളാണ്. 100 വീടുകളിൽ ഒരെണ്ണം കിട്ടിയ ആളാണ്. അപ്പൊ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. പ്രേക്ഷകർക്കിടയിൽ വാർത്താമുറിയൊരുക്കി ന്യൂസ് ബുള്ളറ്റിൻ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ തർക്കങ്ങളിൽ കോൺഗ്രസിന് അതൃപ്തി. വിവാദ പ്രസ്താവനകൾ പാടില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ഫ്ലവേഴ്സ് 24 കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ, കാരുണ്യ പദ്ധതികളുടെ പ്രഖ്യാപനം എന്നിവ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടു. 24 കൊച്ചി. 24 സമ്മേളനം ചരിത്ര സംഭവമാക്കി മാറ്റിയ പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.